പുതിയൊരു സർവേ റിസൾട്ട് വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ 90% പേരും ഭർത്താക്കന്മാരെ. നമസ്കാരം ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് കാണാനിടയായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ ഇതിനകത്തൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ആണിൻ്റെ ഭാഗത്തുനിന്നോ പെണ്ണിൻ്റെ ഭാഗത്തുനിന്നോ നിന്നൊരു ന്യായം പറയാതെ ഒരു ജനറലായിട്ട് ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് കാര്യം പറയാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ അത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായ്ഞ്ഞു പോകുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള ചായ്വാണെന്ന് കൂടി ആൾക്കാർ മനസ്സിലാക്കണം. സത്യമായിട്ട് പറയണമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം, കാര്യം ഞാനൊരു പുരുഷനാണ്, പക്ഷേ എനിക്കൊരുപാട് സ്ത്രീ സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കാരണം അവർക്കും കൂടി ഒരു വിഷമം തോന്നരുത്, അവരും കൂടി അംഗീകരിക്കണം. ഇത് അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പെണ്ണിൻ്റെ ആവശ്യങ്ങൾ നോക്കിയാണ് പെണ്ണ് ജീവിക്കുന്നത്. അതങ്ങനെയാണ്, അതാണ് അതിൻ്റെ സത്യം. അതിനങ്ങനെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. കാര്യം അതിന് പെണ്ണിനോട് ദേഷ്യപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. അതൊരു പക്വതയില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പെണ്ണ് എന്നുള്ള സംഭവത്തിൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റാണ് സംഭവം എന്ന് പറഞ്ഞാൽ. പെണ്ണിന് പ്രൊവൈഡർ വേണം. പക്ഷേ അത് എന്താ പറയുക, പെണ്ണൊരു പരിധിക്കപ്പുറം പോകും. അതായത് ഒരാളുടെ ജീവിതത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ആളെ പിടിച്ചു നിർത്തി നമ്മളുടെ ഒരു റിസോഴ്സ് മെഷീനാക്കി മാറ്റുന്ന രീതിയിൽ പെണ്ണുങ്ങൾ മാറുകയും പെണ്ണുങ്ങൾ അവരവരെ തന്നെ ഒരു കച്ചവട വസ്തു ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കുറ്റം കൂടി ആണുങ്ങളെ തലയിൽ അടിച്ചു വെക്കുന്ന വർഗ്ഗമാണ് പെണ്ണുങ്ങൾ. എന്നിട്ട് അത് കിടന്ന് കരയുകയും ചെയ്യും. പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ല, ആണ് കരയുന്ന പോലെയാണ്. ആണ് കരഞ്ഞ പട്ടി കൊടുത്തിട്ട് വെക്കില്ല, പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്താണെന്ന് പോലും ചോദിക്കില്ല, ആ പെണ്ണ് കരഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ അറിയില്ല. അപ്പം ഇപ്പോൾ ഒരു തിരിച്ചറിവൊക്കെ വരുന്നു. ഈ റിയാലിറ്റി പലതാണ്, പല രീതികളിലും ഇതൊക്കെ മാറും. രാഷ്ട്രീയ അജണ്ടകളും ചില സംഘടനാ താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെ തുടർന്ന് പല സംഘടനകളൊക്കെ വരുന്നുണ്ട്, വിമൻസ് കമ്മീഷൻ, മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ. അപ്പോൾ ഒക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ മനുഷ്യൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു സംഭവമാണ് ഹൈപ്പർഗമി എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഹയർ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിടിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പെണ്ണിൻ്റെ കാര്യം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതിലാണ് പെണ്ണിൻ്റെ നിലനിൽപ്പുള്ളത്. എന്താ പറയുക, നമ്മളിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാലും എന്താ കേപ്പബിളായിട്ടുള്ള മക്കളെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അതിന് ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. പെണ്ണ് അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, കേപ്പബിളായിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള, എല്ലാ രീതിയിലും ഉള്ള ഒരു ഹയർ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ ഒരു ഹയർ ഇണയെ വേണം. പക്ഷേ പെണ്ണുങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അൺനെസസറി എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നമുക്കെന്ത് ഓഫർ ചെയ്യാൻ പറ്റും, നമുക്കെന്ത് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അതാണ് അതിൻ്റെ ഉയർന്ന ചിന്ത എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ നമുക്കെന്ത് വേണമെന്നുള്ള സംഭവമല്ല, അതല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മളെന്താണ് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ആ സാധനമാണ് നമ്മളിലേക്ക് വരുന്നത്. പിന്നെ അത് പെണ്ണുങ്ങൾ കുറച്ച് കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് കണ്ണല്ലാത്തെല്ലാം പൊന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ കാണിച്ച് പല കാര്യങ്ങളൊക്കെ കാണിച്ച് അവരുടെ കാര്യങ്ങൾ നേടുന്നുണ്ട്. അതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യം. അപ്പോൾ അതൊക്കെ ചേച്ചീനകത്ത് പറയുന്നുണ്ട്. അത് പെണ്ണിന് സ്വാതന്ത്ര്യം കൂടുന്ന നാടുകളിൽ അതൊക്കെ പണ്ടേ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ അവർ കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പുതിയ തലമുറയൊക്കെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. പക്ഷേ കൾച്ചർ എന്ന് പറയുന്ന ഒരു ജീവിതശൈലി, അത് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ചിന്താഗതിയും കൊണ്ടിട്ട് അങ്ങനത്തെ ഉയർന്ന രീതിയിലുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ടിട്ടൊക്കെയാണ് കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിന്നിട്ടുള്ളത്. അതൊക്കെ ഇന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വിവരക്കേടും അവർ അടിമകളായിട്ട് നിന്നു കൊടുത്തതും ഒക്കെയാണ്. അങ്ങനെയൊക്കെ നിന്നു കൊടുത്തുകൊണ്ടിട്ടാണ് ഇന്നിപ്പോൾ വന്ന് പറയുന്നവന്മാരും ഒക്കെ മക്കളായിട്ടൊക്കെ നിൽക്കുന്നത്. അതിൽ അവന്മാരൊക്കെ വല്ല തന്തയില്ലാ പറപ്പുകളായി മാറിയാണ്. അതൊന്നും പറയണവന്മാരും പറയുന്ന പെണ്ണുങ്ങൾ എന്തായാലും ഓർക്കുന്നില്ല. ഈ പെണ്ണുങ്ങളെ വാലി തൂങ്ങി നടക്കുന്ന കാരണം ഈ മണുണാഞ്ചന്മാരും അത് മനസ്സിലാക്കുന്നില്ല, ഉള്ള സത്യം മനസ്സിലാക്കുന്നില്ല. ശരിയാണ്, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം ശരിയാണ്, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് പെണ്ണിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ എക്കാലവും ഉണ്ടായിരുന്നു. പിന്നെ ഇവർ പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടങ്ങാണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് കള്ളടിച്ച് പെണ്ണും പിള്ളേരെ പിടിച്ച് തല്ലൊക്കെ ചെയ്യുമായിരുന്നു. അത് ശരിയാണ്, അതൊരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവെ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, അതങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ്. അപ്പോൾ അവിടെയും പെണ്ണിന് ഒരു റോളുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ വിവരക്കേട് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഭൂരിഭാഗം സ്ഥലത്തും പെണ്ണിന് തല്ലുകൊള്ളുന്നത്. കാര്യമെന്ന് വെച്ചാൽ കള്ളു കുടിച്ച് വെളിവില്ല കാനുമില്ല ഒരു മനുഷ്യന്. ആ മനുഷ്യൻ്റെ അടുത്ത് നിന്നാൽ പിന്നെ തല്ലുകൊള്ളൂല, അയാൾക്ക് വല്ല വെളിവുണ്ടാ. പിന്നെ അവിടെ ചെന്നിട്ട് പറയാതെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ അടി കിട്ടിയതിനെ ലഘൂകരിച്ച് പറയണമല്ല, പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്. ബോധമുള്ളവനാരെങ്കിലും നിൽക്കുക, ഇയാളൊന്ന് കള്ളൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട്
നമുക്ക് കാര്യം പറയാം എന്ന് ബോധമുള്ള പെണ്ണ് വിചാരിക്കും, പക്വതയുള്ള പെണ്ണ് വിചാരിക്കും. അതാണ് ബോധം എന്ന് പറഞ്ഞത്, കഴിവെന്ന് പറഞ്ഞത്. അത് ഫെമിനിറ്റിയുടെ മെച്യൂരിറ്റിയാണ്. അതുപോലും ഇല്ലാത്ത ചില ഇടകളൊക്കെ വന്നിട്ടാണ് തല്ലുകൊണ്ടിട്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അത് അയാളുടെ എന്താണ് അയാളുടെ വിഷമം, എന്തുകൊണ്ടിട്ടാണ് അയാൾ വെള്ളം അടിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി വെള്ളം അടിക്കുന്നതാണ്. അല്ലെ അയാൾക്ക് പണിസ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയില്ല, വീട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയോ ഈ സംഭവം എന്താണെന്ന്. അപ്പോൾ അയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതെന്ന് പറയുമ്പോൾ അയാളെ പിടിവിട്ടു പോകും. ഒന്നാമത് അത്രയും ഇമോഷണൽ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലാത്തൊരു മനുഷ്യരാണ് ഈ പുരുഷന്മാരെന്നുള്ളത്. പൊതുവേ ഏത് രാജ്യമായാലും ഏത് ഭാഗത്തായാലും കാരണം പുരുഷൻ അങ്ങനെ നിന്നേ പറ്റൂ. ചില കാര്യങ്ങളിൽ ഇൻസെൻസിറ്റീവായിട്ട് നിന്നേ പറ്റൂ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടാലും സഹിക്കണം, മനസ്സിലാവും, വലിച്ചാലും താങ്ങണം. അതാണ് ആണെന്ന് പറഞ്ഞത്. ആണിനെയാണ് പെണ്ണിന് ഇഷ്ടമെന്ന് പറഞ്ഞത്. അപ്പോൾ വലിച്ചാലും താങ്ങണമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് സെൻസ് കിട്ടില്ല. പെണ്ണുങ്ങളെപ്പോലെ സെൻസിറ്റീവ് അല്ല പെണ്ണുങ്ങളിങ്ങനെ എനിക്ക് വേദനിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ വേദനിച്ചോട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിട്ട് തുപ്പും, ആണുങ്ങളെ മുഖത്തിട്ട് ആൾക്കാർ. മനസ്സിലായ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് അത് മനസ്സിലാക്കുന്നതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ. അത് മനസ്സിലാക്കാത്ത വിവരം കെട്ട പെണ്ണുങ്ങളൊക്കെ അടി മേടിച്ചെന്നിരിക്കും. അതൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഈ പെണ്ണുമ്പോൾ ഒരു കാലത്ത് എന്താണ്ട് തൊലിച്ചിട്ടുണ്ട്, ഇങ്ങനെ പെണ്ണുങ്ങളെ അടിമകളാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അടിമകളൊന്നും അല്ല. അങ്ങനെ അടിമകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയൊക്കെ ഒന്നും ഇങ്ങനെയൊന്നും വന്ന് സംസാരിക്കൊന്നുമില്ല. അങ്ങനെയുള്ള അന്തമാരിക്കൊക്കെ ജനിച്ച പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ക്രിമിനലൊക്കെ ആയി പോവും, അല്ലെങ്കിൽ നല്ലവരൊക്കെ ആകുന്നവരുണ്ട് തിക്താനുഭവത്തിൽ നിന്നൊക്കെ. പക്ഷേ ഇങ്ങനെ ഒന്നും പൊളിറ്റിക്കലായിട്ട് വെറുതെ കാര്യങ്ങളൊന്നും അറിയാതെ പറയരുത്. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചില ആശയങ്ങളും വല്ല വിവരക്കേടും ഒക്കെ നോക്കിയിട്ടൊന്നും പറയാൻ നിൽക്കരുത്. പറയുമ്പോൾ അതൊക്കെ ഒരു ജനറലായിട്ട് പറയണം. അപ്പോൾ ഈ വീഡിയോ അവർ കണ്ടപ്പോൾ പറയാനുള്ളൊരു കാര്യമാണിത്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഈ എന്താ പറയുക, സ്വന്തം വയറ് മറന്ന് പല ടെൻഷനുകളിലും പലവരെയും ഓർത്ത് പല വയറുകളുടെ കാര്യമൊക്കെ ഓർത്ത് പല ചിന്തകളിലുമൊക്കെ നടക്കുന്ന പല മനുഷ്യരുമുണ്ട്. അതൊക്കെയാണ് പൊതുവെയുള്ള പുരുഷന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ വലിയ മറ്റേ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടെന്ന് വിചാരിക്കേണ്ട കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ ഇത്രയും കഷ്ടപ്പാടോട്ട് പണിയെടുത്ത് പല കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിലേ അത് ചിലവാക്കി നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ഇട്ട് നല്ല സൈക്കോഫായി വായിച്ചും കെട്ടി ഒരു കുഴപ്പമില്ലാണ്ടുള്ളത് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടക്കണേണ്. ഒരു കുഴപ്പമില്ല, പോക്കറ്റ് കാശുണ്ടെങ്കിലുള്ള പെണ്ണ് എപ്പോഴും ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കാണ് നഷ്ടം. അതിന് വലിയ ഗുണമൊന്നും അടിക്കാനൊന്നുമില്ല. അങ്ങ് പിന്നെ അല്ലാണ്ട് നടക്കാനാണ് ഒരു കുഴപ്പമില്ലാത്തത്. അപ്പോൾ ആണുങ്ങളെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ചേച്ചിമാർ. അപ്പോൾ ചേച്ചിയുടെയൊക്കെ ആ ഒരു അത് പെണ്ണുങ്ങളെ മനസ്സിൽ നോക്കുമ്പോഴാണ് ഞങ്ങളിതിങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും കൂസന്മാർ കേൾക്കും, അല്ലാണ്ട് ബാക്കിയുള്ളവരൊന്നും കേൾക്കില്ല. നീ ഒന്ന് പൊടി എന്ന് പറയുമ്പോൾ അവിടെക്കാട്ട് പൊടി, ഞാൻ വല്ല വേറെ വല്ല അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ അതാണ് ആണുങ്ങൾ. അതിന് വേറെ കുഴപ്പമൊന്നും ആണുങ്ങൾക്ക് വരാനില്ല. പിന്നെ ഇങ്ങനെ ചേച്ചിമാർ വേറെ ബഹളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാടൻ മതാമുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ബഹളവും കാര്യങ്ങളും വലിയ എന്താ അവകാശവാദങ്ങളും വലിയ അതും ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പറഞ്ഞാൽ കുറച്ച് വൃത്തികേടായി പോകും. പക്ഷേ എന്താ പറയുക, വല്ല ക്യാരറ്റ് ബീട്രൂട്ട് ബനാന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. അതൊക്കെ ഉപയോഗിച്ച് നടക്കാം. പിന്നെ പുറം രാഷ്ട്രത്തൊക്കെ ആണെങ്കിൽ മറ്റു പലതൊക്കെ ഉണ്ട്, ഉപാധികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പൂച്ചേനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്, അവിടെ വരും, അവിടെ എല്ലാം വരും. മനസ്സിലായോ? രണ്ട് പേരുടെ ആത്മാർത്ഥ സ്നേഹം ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടെ പലതും സംഭവിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു ബന്ധത്തിലേക്ക് രണ്ട് പേര് വരേണ്ടത് എപ്പോഴും. അപ്പോൾ നമ്മുടെ തലൈവർ പറഞ്ഞ മാതിരി കാതലിക്കുമ്പോൾ അത് കാതലിച്ചിട്ട കല്യാണത്തിക്കപ്പുറം കാതലെ മറന്നിട്ട് അധികം ഏതൊരു പടത്തിൽ പറയും പടയിൽ കേട്ടവർ എന്ന് പറയുന്ന മാതിരി അത് മറന്നു പോകരുത്. ഒരു ബന്ധത്തിൽ ഒരാളെ മുതലെടുക്കുക എന്നൊക്കെ ഉള്ള ചിന്ത അത് വരരുത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ബന്ധം നിൽക്കാണ്ട് പോകും. പിന്നെ ഇങ്ങനെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സഹിക്കുന്ന ആൾക്കാരായാലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആളുടെ പിടിവിട്ട് പോകും. അത് എന്ത് രീതിയിലായാലും ഈ എനർജി വാമ്പയർസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ജീവിതത്തിൽ വന്നാലും ഇങ്ങനെ വലിച്ചെടുക്കാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് എത്ര ഇനി ഉദാരമായിട്ട് കൊടുത്താലും കൊള്ളാം, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ ആൾക്കാർ തുലാൻ പറഞ്ഞു പോകും, അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഇങ്ങനെ കൂടുതൽ തത്വവും ഇത് അവകാശവാദമൊക്കെ പറയുന്നവർക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുകൂടി ഓർക്കണം. ഇത് മുട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നും ഒരാൾക്കും ഇല്ല. അവനവൻ്റെ സന്തോഷങ്ങൾ നോക്കി അവനവന് ജീവിക്കാം. ഒരു കുഴപ്പവുമില്ല. നമ്മൾ തന്നെയാണ് പള്ളി, നമ്മൾ തന്നെയാണ് അമ്പലം, നമ്മൾ തന്നെയാണ് എല്ലാ ഇതും. അപ്പോൾ അത് നോക്കി ജീവിക്കാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കൂടി അത് വാസ്തവമാണ്.
പക്ഷെ അതിന് ഒരു മറുവശമുണ്ട്, അതാണിത്. ടേക്ക് കെയർ. കേട്ടാൽ എല്ലാവർക്കും നല്ലത്.